ഒരു കഥ പറയാം. ഒരു രാജ്യത്തിൻ്റെ കഥ. അവരുടെ ഹൃദയമിടിപ്പായി മാറിയ ഒരു കളിയുടെ കഥ. ബ്രസീലിൻ്റെ കഥ. മനോഹരമായ കടൽത്തീരവും സാമ്പാ സംഗീതവും കാർണിവൽ കാഴ്ചയും ഒക്കെയുണ്ട് ബ്രസീലിൽ. പക്ഷേ അമൂല്യമായ മറ്റൊന്നുകൂടി അവരുടെ പക്കലുണ്ട്. ചങ്കിൽ കൊണ്ട സ്നേഹം, ഫുട്ബോളിനോടുള്ള അദമ്യമായ ആവേശം. അതവരെ കാൽപന്ത് കളിയുടെ രാജാക്കന്മാരാക്കി മാറ്റി. മനസ്സും ശരീരവും 90 മിനിറ്റിൽ ചുരുങ്ങിപ്പോകുന്ന പ്രതിഭാസം, അതാണ് ഫുട്ബോൾ. വേറൊരു കായിക ഇനത്തിന് നൽകാനാവാത്ത ഊർജവും ആവേശവും അത് നമുക്ക് തരുന്നത് കൊണ്ടാണ് തിരിച്ച് ആത്മാവ് കൊടുത്ത് നമ്മളതിനെ അത്രമേൽ സ്നേഹിക്കുന്നത്. ഫുട്ബോൾ എന്നാൽ ബ്രസീലാണെന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ അതിന് മങ്ങലേൽക്കാറുണ്ടെങ്കിലും കാലാകാലങ്ങളിൽ ആ കുറവ് നികത്താൻ ഒരു കാവൽ മാലാക അവതരിക്കാറുമുണ്ട്. ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ബ്രസീൽ ഉയരാറുമുണ്ട്. കാരണം ബ്രസീൽ കളി തുടങ്ങിയത് വമ്പൻ സ്റ്റേഡിയങ്ങളിലല്ല, വലിയ ട്രോഫികളുടെ സ്വപ്നങ്ങളിലല്ല. അത് തുടങ്ങിയത് പൊടിപടലങ്ങൾ നിറഞ്ഞ തെരുവുകളിലാണ്, കൊച്ചുകുട്ടികൾ ഓടുന്ന ഇടുങ്ങിയ വഴികളിലാണ്, ചെരുപ്പില്ലാതെ ഓടി നടക്കുന്ന കാലുകളിലാണ്. പന്തില്ലാതിരുന്നപ്പോൾ അവർ പഴയ തുണികൾ കൂട്ടിക്കെട്ടി പന്തുണ്ടാക്കി. അവർക്ക് കളി പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു പരിശീലകനുണ്ടായിരുന്നില്ല, കുറിച്ചുവെച്ച പദ്ധതികൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ പക്കൽ ഒന്നുണ്ടായിരുന്നു: ഫുട്ബോളിനോടുള്ള സ്നേഹം. അവിടെ നിന്നാണ് ഒരു പുതിയ ശൈലി ജനിച്ചത്. കഠിനതയല്ല, വേഗത മാത്രമല്ല, സംഗീതം പോലൊരു കളി, നൃത്തം പോലൊരു കളി, ഹൃദയത്തിൽ നിന്നും വരുന്ന ഒരു ഫുട്ബോൾ. എല്ലാം തുടങ്ങിയത് യൂറോപ്പിൽ നിന്നായിരുന്നു. 1800കളുടെ അവസാനം. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിരുന്നു ബ്രസീൽ. റെയിൽവേകൾ, തുറമുഖങ്ങൾ, ഫാക്ടറികൾ. രാജ്യം വികസിച്ചുകൊണ്ടിരുന്നു. ഇവിടെയൊക്കെ ജോലി ചെയ്യാൻ യൂറോപ്പിൽ നിന്നും, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ നിന്നും നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന കാലം. അവർ അവരുടെ കൂടെ ജീവിതശൈലികളും അന്ന് കൂടെ കൊണ്ടുവന്നു. അങ്ങനെ ഏതോ കപ്പലിൽ അറ്റ്ലാന്റിക് സമുദ്രവും താണ്ടി ആ മാന്ത്രിക ഗോളം ബ്രസീലിൻ്റെ മണൽത്തരികളിൽ തൊട്ടു. ആദ്യകാലത്ത് അതൊരു വിനോദം മാത്രമായിരുന്നു, അവധി ദിനങ്ങളിൽ കളിക്കുന്നൊരു സാധാരണ കളി. പക്ഷേ ബ്രസീലിൽ അതിനൊരു ഭാവി കാത്തിരുന്നു, ഒരു മഞ്ഞ ജേഴ്സിയുമായി. ബ്രസീൽ ഫുട്ബോൾ ചരിത്രത്തിലെ ഓർമ്മിക്കപ്പെടുന്ന ഒരു പേരാണ് ചാൾസ് വില്യം മില്ലർ. സ്കോട്ടിഷുകാരനായ അച്ഛൻ്റെയും ബ്രസീലുകാരിയായ അമ്മയുടെയും പുത്രൻ. 1894 ഇംഗ്ലണ്ടിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പോയ മില്ലർ തിരിച്ചു വന്നത് ഒരു ഫുട്ബോളും കൊണ്ടായിരുന്നു, കൂടെ കളിയുടെ ഒരു നിയമപുസ്തകവും. സതാംപ്ടണിലെ സ്കൂളിൽ കൂട്ടുകാരോടൊപ്പം ഫുട്ബോൾ കളിച്ചിരുന്ന മില്ലർക്ക് ഇതൊരു സാധാരണ കളിയല്ലെന്നും മറിച്ച് ഒരു സംസ്കാരമാണെന്നും മനസ്സിലായി. അതിനാൽ തൻ്റെ നാട്ടിലും ഈ കളി കൊണ്ടുപോകണമെന്ന ആശ അവനിൽ ജനിച്ചു. പിന്നീട് നടന്നത് ചരിത്രം. സാവോപോളോയിൽ അവൻ ആദ്യമായി ഫുട്ബോൾ അവതരിപ്പിച്ചു. പിന്നീട് സാവോപോളോ അത്ലറ്റിക് ക്ലബ് എന്ന പേരിൽ പുതിയൊരു ക്ലബ്ബ് രൂപം കൊണ്ടു. അവിടെ നിന്നാണ് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ഘടന ആരംഭിക്കുന്നത്. പക്ഷെ പുതുതായി രൂപം കൊണ്ട ഈ കളിയിലേക്ക് സാധാരണക്കാർക്ക് പ്രവേശനമില്ലായിരുന്നു. യൂറോപ്യൻ വംശജരുടെ ക്ലബ്ബുകളിലും സമ്പന്നർക്കും സമൂഹത്തിലെ ഉന്നത കുലജാതർക്കും മാത്രമായിരുന്നു കളിക്കാനുള്ള അവസരം ഒരുക്കപ്പെട്ടത്. പാവപ്പെട്ടവർക്ക് അവിടെ പ്രവേശനം നിഷേധിച്ചു. പക്ഷേ ഒരിക്കലും 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല ആ പന്ത്. ചുവരുകൾ ഭേദിച്ച് അത് പുറത്തു ചാടി. കാലം മാറി. പാവപ്പെട്ട തൊഴിലാളികളും താഴേക്കിടയിലുള്ള സാധാരണ ജനങ്ങളും സമ്പന്നർ കളിക്കുന്നത് ദൂരെ മാറി നിന്ന് കണ്ടുപഠിച്ചു. അവർ കളിക്കാൻ തുടങ്ങി. പഴയ തുണികൾ ചുറ്റി പന്തുണ്ടാക്കി, കല്ലുകൾ വെച്ച് ഗോൾ പോസ്റ്റ്. തെരുവുകൾ മൈതാനങ്ങളായി. പാവപ്പെട്ട കുട്ടികളുടെ സ്വപ്നമായി ഫുട്ബോൾ മാറി. അവിടെ നിന്നാണ് യഥാർത്ഥ ബ്രസീലിയൻ ഫുട്ബോൾ പിറവിയെടുക്കുന്നത്. ബ്രസീലിൻ്റെ ആത്മാവായി ഫുട്ബോൾ മാറിയത് ഒരു ദിവസം കൊണ്ടല്ല, അതൊരു യാത്രയായിരുന്നു. യൂറോപ്പിൽ നിന്നും വന്ന് തെരുവിലെ കുഞ്ഞുങ്ങളുടെ പ്രിയ വിനോദമായും സ്വപ്നമായും മാറാൻ അവർ വേറൊന്നും അതിൽ ചേർത്തില്ല. ഒരു കാര്യം മാത്രം: സന്തോഷം. ഇന്ന് ബ്രസീൽ ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും മനോഹരമായ കഥകളിൽ ഒന്നാണ്. പക്ഷേ അത് തുടങ്ങിയത് സ്റ്റേഡിയങ്ങളിലല്ല, മറിച്ച് ഒരു പന്തും ഒരു സ്വപ്നവും ഒരു കുട്ടിയുടെ സന്തോഷവും കൊണ്ടാണ്. 1930 ആദ്യത്തെ ഫിഫ വേൾഡ് കപ്പ് മത്സരത്തിന് വേദിയൊരുക്കിയത് ഉറുഗ്വേ ആയിരുന്നു. ആതിഥേയ രാജ്യത്തേക്ക് എത്തിച്ചേരുവാൻ കടൽമാർഗം വരേണ്ടതിന്റെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ മത്സരാർത്ഥികളുടെ എണ്ണം 13ആയി ചുരുക്കി കളഞ്ഞു. അതിൽ കൂടുതൽ ടീമുകളും എത്തിയത് യൂറോപ്പിൽ നിന്നും സൗത്ത് അമേരിക്കയിൽ നിന്നുമായിരുന്നു. വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ നടന്ന എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്ത ഒരേയൊരു രാജ്യം ബ്രസീലാണ്. പക്ഷേ ആദ്യ വേൾഡ് കപ്പിൽ ബ്രസീലിന് മുത്തമിടാനായില്ല. ശക്തമായൊരു ടീമിന്റെ മിനുക്കുപണിയിലായിരുന്നു അവരപ്പോൾ. ആദ്യ മത്സരത്തിൽ ആതിഥേയ രാജ്യമായ ഉറുഗ്വേ ചാമ്പ്യന്മാരായി. 1934 ഇറ്റലി. അന്ന് ആതിഥേയത്വം വഹിച്ചത് ഇറ്റലിയായിരുന്നു. 1938 യൂറോപ്പ് വീണ്ടും വേദിയായി.
ഫ്രാൻസ് ആതിഥേയ രാജ്യം. ഇറ്റലി വീണ്ടും ചാമ്പ്യന്മാർ. ഫുട്ബോൾ ലോകം വളരുകയായിരുന്നു. ലോകം മനസ്സിലാക്കി, ഇതൊരു ചെറിയ കളിയല്ല, മറിച്ച് ഒരു ആഗോള വികാരമാണ്. പിന്നീട് അങ്ങോട്ട് രണ്ടാം ലോകമഹായുദ്ധം ലോകത്തെ എന്ന പോലെ ഫുട്ബോളിനെയും തളർത്തി. 1938 മുതൽ 1950 വരെ വേൾഡ് കപ്പ് നടന്നില്ല. ലോകം നിശബ്ദമായി. രാജ്യങ്ങൾ യുദ്ധത്തിന്റെ പടുകുഴിയിൽ മുങ്ങി. കളികൾ നിർത്തിവെച്ചു. സ്റ്റേഡിയങ്ങൾ ശൂന്യമായി. ലോകം ഫുട്ബോൾ മറന്നതുപോലെ. ഒടുവിൽ 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ബ്രസീലിന്റെ ആതിഥേയത്വത്തിൽ വീണ്ടും ഫുട്ബോൾ പുനർജനിച്ചു. മാരാക്കാന സ്റ്റേഡിയം. ലോകം വീണ്ടും ജീവിച്ചു. കാണികൾ നിറഞ്ഞു. പ്രതീക്ഷകൾ ഉയർന്നു. ഇത്തവണ ചാമ്പ്യന്മാർ ബ്രസീൽ തന്നെ എന്ന് എല്ലാവരും വിശ്വസിച്ചു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ഫൈനൽ മത്സരത്തിൽ ബ്രസീൽ ഉറുഗ്വേയുമായി ഏറ്റുമുട്ടി. 1-1 സമനിലയിൽ നിൽക്കുകയായിരുന്നു കളി. സ്റ്റേഡിയം മുഴുവൻ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്ന ഒരു നിമിഷം. ഒരു ഗോൾ. പക്ഷേ അത് ഉറുഗ്വേയുടെ വകയായിരുന്നു. 2 ലക്ഷം കാണികൾ. മാരാക്കാന സ്റ്റേഡിയം നിശബ്ദമായി. ബ്രസീലിന്റെ സ്വപ്നം തകർന്നു. ആ നിശബ്ദത സ്റ്റേഡിയത്തിൽ മാത്രമായിരുന്നില്ല, അതൊരു രാജ്യത്തിന്റെ ഹൃദയത്തിലായിരുന്നു. റേഡിയോ സംപ്രേഷണം വരെ ഒരു നിമിഷം മൗനത്തിലാണ്ടുപോയി. പത്രങ്ങൾ ഇതിനെ നാഷണൽ ട്രാജഡി എന്ന് വിളിച്ചു. പല കളിക്കാർക്ക് നേരെയും കുറ്റം ചുമത്തപ്പെട്ടു. കടുത്ത വിമർശനങ്ങളാണ് ഗോൾ കീപ്പർ ബാർബോസയ്ക്ക് പതിറ്റാണ്ടുകളോളം നേരിടേണ്ടി വന്നത്. സീസീഞ്ഞോ പെലെയെ പോലൊരു ലോക സൂപ്പർ സ്റ്റാർ ആയിരുന്നില്ല. പക്ഷേ 1950 അദ്ദേഹം ബ്രസീലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും മികച്ചതുമായ കളിക്കാരനായിരുന്നു. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി കളി നിയന്ത്രിച്ചിരുന്ന സീസീഞ്ഞോ ടീമിന്റെ പ്രധാന പ്ലേമേക്കറായിരുന്നു. അന്നത്തെ പത്രങ്ങൾ ആ കാലഘട്ടത്തിന്റെ മികച്ച ബ്രസീലിയൻ കളിക്കാരൻ എന്ന പദവി അദ്ദേഹത്തിന് ചാർത്തിക്കൊടുത്തു. ബ്രസീലിന്റെ സ്വപ്നങ്ങളെ മൈതാനത്ത് നയിച്ച കളിക്കാരൻ. ആ ദിവസം ബ്രസീൽ കരഞ്ഞു. എന്നാൽ പ്രതീക്ഷ കൈവിട്ടില്ല. ഒരു ദിവസം അവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് തന്നെ വിശ്വസിച്ചു. ഒടുവിലത് സംഭവിച്ചു. ഒരു 17-കാരന്റെ രൂപത്തിൽ. ലോകം പിന്നീട് അവനെ ഫുട്ബോളിന്റെ രാജാവ് എന്ന് വിളിച്ചു. പെലെ. 1958 സ്വീഡൻ വേൾഡ് കപ്പിൽ പെലെ രംഗപ്രവേശം ചെയ്തു. അന്ന് ആദ്യമായി ആതിഥേയ രാജ്യത്തെ തോൽപ്പിച്ചുകൊണ്ട് ബ്രസീൽ ലോകകപ്പ് കിരീടം ചൂടി. സ്കോർ 5-2. ആ വിജയത്തിൽ ട്രോഫിയേക്കാൾ വലുത് മറ്റൊന്നായിരുന്നു. 1950 കണ്ണീരിന്റെ മറുപടി. ഒരു രാജ്യത്തിന്റെ തകർന്ന ഹൃദയത്തിന് കിട്ടിയ സന്തോഷം. അവിടെ നിന്നാണ് ബ്രസീലിന്റെ സ്വർണ്ണ യുഗം ആരംഭിച്ചത്. ലോകം ബ്രസീലിനെ കണ്ട് വിസ്മയിച്ചു. അവർ കളിക്കുന്ന രീതി, ഓരോ പാസും ഒരു കവിത പോലെ, ഓരോ ഡ്രിബിളും ഒരു നൃത്തം പോലെ. 1962 ചിലി വേൾഡ് കപ്പിൽ പരിക്ക് മൂലം പെലെയ്ക്ക് കളിക്കാൻ സാധിച്ചില്ല. പക്ഷേ എന്നും ഒരു കാവൽ മാലാക ബ്രസീലിനുണ്ടായിരുന്നു. അങ്ങനെ ലോകം മറ്റൊരു അത്ഭുതത്തെ കൂടി ബ്രസീലിയൻ ഫുട്ബോളിൽ കണ്ടു. ഗരിഞ്ച. അവന്റെ കാലുകൾക്ക് വളവുണ്ടായിരുന്നു. ലോകം അവനെ പരിഹസിച്ചു. പക്ഷേ ഒരിക്കൽ ഒരു ബോൾ അവന്റെ കാലിലേക്ക് എത്തിയാൽ പിന്നെ കളി മാറും. അവൻ കളിക്കുമ്പോൾ ലോകം മനസ്സിലാക്കി, ഫുട്ബോൾ സൃഷ്ടിക്കപ്പെട്ടത് ജയിക്കാൻ വേണ്ടി മാത്രമല്ല, ആസ്വദിക്കാനും കൂടി വേണ്ടിയാണ്. ബ്രസീലുകാർ ഗരിഞ്ചിയെ ഓർക്കുന്നത് അവൻ നേടിയ ട്രോഫികൾ കൊണ്ടല്ല, അവൻ നൽകിയ സന്തോഷം കൊണ്ടാണ്. അങ്ങനെ വർഷങ്ങൾ പലതും കടന്നുപോയി. ബ്രസീലിയൻ ഫുട്ബോളിൽ പുതിയ തലമുറകൾ വന്നു. പുതിയ താരങ്ങൾ ജനിച്ചു. പക്ഷേ ഒന്നിനു മാത്രം മാറ്റമില്ല: ബ്രസീലിൻ്റെ ആത്മാവ്. 1970 ടീമിനെ ഇന്നും പലരും ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ടീമെന്ന് വിളിക്കുന്നു. അവർ കളിക്കുമ്പോൾ ഫുട്ബോൾ ഒരു കലയായി മാറി. ലോകം അവരെ സ്നേഹിച്ചു. എതിരാളികൾ പോലും അവരെ ആദരിച്ചു. കാരണം ചില ടീമുകൾ വിജയിക്കുന്നു, ചില ടീമുകൾ ചരിത്രം സൃഷ്ടിക്കുന്നു. പക്ഷേ വളരെ കുറച്ച് ടീമുകൾ മാത്രമാണ് ആളുകളെ പ്രണയിപ്പിക്കുന്നത്. ആ പട്ടികയിൽ ബ്രസീൽ എന്നും ഉണ്ടാകും. പിന്നീട് റൊമാരിയോ വന്നു, റൊണാൾഡോ വന്നു, റൊണാൾഡീഞ്ഞോ വന്നു, കാക്ക വന്നു, നെയ്മർ വന്നു. ഓരോ തലമുറയും വ്യത്യസ്തമായിരുന്നു. പക്ഷേ അവർ എല്ലാവരും ഒരേ കഥയുടെ തുടർച്ചയായിരുന്നു. തെരുവുകളിൽ നിന്ന് ആരംഭിച്ച സ്വപ്നത്തിൻ്റെ തുടർച്ച. ബ്രസീലിൻ്റെ മഹത്വം 5 ലോകകപ്പുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ട്രോഫികൾ ഒരു നാൾ നശിച്ചു പോകും, റെക്കോർഡുകൾ ഒരു നാൾ തകരും. പക്ഷേ ഓർമ്മകൾ നിലനിൽക്കും. ഒരു പാവപ്പെട്ട കുട്ടി ആദ്യമായി പന്ത് തൊടുന്ന നിമിഷം, ഒരു കുടുംബം ഒരുമിച്ച് മത്സരം കാണുന്ന നിമിഷം, ഒരു ഗോൾ കണ്ട ശേഷം മുഴുവൻ തെരുവും ആഘോഷിക്കുന്ന നിമിഷം. അതാണ് ബ്രസീൽ. അതാണ് ബ്രസീൽ ഫുട്ബോളിൻ്റെ യഥാർത്ഥ കഥ. ഇന്നും ബ്രസീലിലെ എവിടെയെങ്കിലും ഒരു ചെറിയ കുട്ടി പന്തുമായി ഓടുന്നുണ്ടാവും. അവനറിയില്ല ഒരു നാൾ ലോകം അവൻ്റെ പേര് വിളിക്കുമോ എന്ന്. പക്ഷെ അവൻ കളിക്കുന്നു, കാരണം അവൻ ഫുട്ബോളിനെ സ്നേഹിക്കുന്നു. ആ സ്നേഹം അവസാനിക്കാത്തിടത്തോളം
ബ്രസീൽ ഫുട്ബോൾ ഒരിക്കലും മരിക്കില്ല. കാരണം ബ്രസീൽ വെറുതെ ഫുട്ബോൾ കളിക്കുന്ന ഒരു രാജ്യമല്ല, ഫുട്ബോളിന് ആത്മാവ് നൽകിയ രാജ്യമാണ്.